ഒടുവിൽ ആർഎസ്എസിന്റെ പ്രാഥമിക വിലയിരുത്തൽ എത്തിയിരിക്കുന്നു. ആർഎസ്എസ് മുഖപത്രമായ ഓർഗനൈസറിലുള്ള ലേഖനത്തിൽ കൃത്യമായി തന്നെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ഒപ്പം തന്നെ ബിജെപിക്ക് മുന്നറിയിപ്പും നൽകുന്നു. അതിൽ അവർ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം, അഴിമതിക്കാരായ ചിലരെ പാർട്ടിയിലും മുന്നണിയിലും ചേർത്തതുവഴി അഴിമതി വിരുദ്ധ പാർട്ടി എന്ന പ്രതിച്ഛായ ബിജെപിക്ക് നഷ്ടപ്പെട്ടോ എന്ന് പരിശോധിക്കണമെന്ന് ബിജെപിയോട് ആർഎസ്എസ് മുഖപത്രം ഓർഗനൈസർ പറയുന്നു. ഒപ്പം തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് ബിജെപിക്ക് പഠിക്കാൻ അനവധി പാഠങ്ങളുണ്ട്. അത് നന്നായി പഠിക്കുക. 2014 ജനം വോട്ട് ചെയ്തത് മാറ്റത്തിന് വേണ്ടിയായിരുന്നു. 2019 എത്തിയപ്പോഴേക്കും ദേശസുരക്ഷയും മോദിയുമായിരുന്നു ഹൈലൈറ്റ് ചെയ്തു നിന്നത്. അതിനും ജനം വോട്ട് ചെയ്തു. പിന്നീട് ആ സമയത്ത് പ്രതിപക്ഷത്തെ മനസ്സിലാക്കി മുൻപോട്ട് പോകാൻ അന്നത്തെ പാർട്ടി അധ്യക്ഷനായ അമിത്ഷായ്ക്ക് കഴിഞ്ഞിരുന്നു എന്നുകൂടി പറയുമ്പോൾ JP നദ്ദയ്ക്ക് പരോക്ഷമായ ഒരു കൊട്ടുകൊടുക്കാനും മറക്കുന്നില്ല. ഏതായാലും ഇക്കുറി തെരഞ്ഞെടുപ്പിന് സ്വാധീനിക്കുന്ന ദേശീയ വിഷയങ്ങൾ ഒന്നും ഇല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രാദേശികമായിട്ടുള്ള വിഷയങ്ങൾ ഉയർന്നു വരിക സ്വാഭാവികം. പ്രാദേശിക വിഷയങ്ങൾ ഉയർന്നു വരുമ്പോൾ പ്രാദേശിക പാർട്ടികൾക്ക് കരുത്ത് കൂടുക തന്നെ ചെയ്യും. ഇത് തിരിച്ചറിയപ്പെടാതെ പോയി. ഹിന്ദു വോട്ടുകൾ വിഘടിച്ചു. ഇല്ലെങ്കിൽ ആ ചില സമുദായങ്ങളോടുള്ള ആ ഒരു അകൽച്ച അത് വിഘടനത്തിന് കാരണമായിട്ടുണ്ട്. മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കപ്പെട്ടു. ഇത് പ്രതിപക്ഷം മുതലെടുക്കുകയും ചെയ്തു. 1977 ശേഷം ഒരു തെരഞ്ഞെടുപ്പിലും RSS പരസ്യമായിട്ടൊരു നിലപാടെടുത്തിട്ടില്ല. ദൈനംദിന രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന സ്വഭാവവും RSSനില്ല. മണിപ്പൂരിലെ വിഷയം മുൻപും RSS പറഞ്ഞിരുന്നതാണ്, തെരഞ്ഞെടുപ്പിന് വളരെ മുൻപേ പറഞ്ഞിരുന്നതാണ് അവിടെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന്. പക്ഷേ കേന്ദ്ര സർക്കാർ അന്ന് പറഞ്ഞത് ആ ശാശ്വത പരിഹാരത്തിനായി 1 വർഷം വേണ്ടിവരുമെന്നാണ്. അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ ആ പ്രശ്നങ്ങൾക്ക് ഉടനടി പരിഹാരം കാണണമെന്നുകൂടി RSS മുഖപത്രം പറയുന്നു. ഏതായാലും ഇതിൻ്റെ കൂടുതൽ ഭാഗങ്ങൾ, ഒരുപക്ഷെ ആ ലേഖനത്തിന് കൂടുതൽ ഭാഗങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുമുണ്ട്. കാരണം ഇത് ഓരോ സോണൽ തിരിച്ചിട്ടല്ല, പൊതുവിലുള്ള ഒരു പ്രാഥമിക വിലയിരുത്തലാണ് നടത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.